എൽ.ഡി.എഫിലെ അതൃപ്തി തുറന്നു പറഞ്ഞ് കോവൂർ കുഞ്ഞുമോൻ എം.എൽ.എ മുന്നണിയിലെത്തിയപ്പോൾ തന്ന വാഗ്ദാനങ്ങൾ പാലിച്ചില്ല. നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ നൽകിയില്ല. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി ഉന്നയിക്കും. മറ്റു കക്ഷികൾക്ക് ലഭിക്കുന്ന പ്രാധാന്യം RSPLനും ലഭിക്കണമെന്നും കോവൂർ കുഞ്ഞുമോൻ പറഞ്ഞു. ഷമീർ അബ്ദുൾ നൽകും വിശദാംശങ്ങൾ. ഷമീർ, അതൃപ്തി പരസ്യമാക്കിയിരിക്കുകയാണ് കോവൂർ കുഞ്ഞുമോൻ. മറ്റെന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം ഇടതുമുന്നണിയിലെത്തിയപ്പോൾ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ നൽകാമെന്നും അതുപോലെ മന്ത്രിസ്ഥാനം നൽകാമെന്നും ഉറപ്പു നൽകിയിരുന്നു എന്നാണ് കോവൂർ കുഞ്ഞുമോൻ പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ പോലും ഇതിന് RSPL വന്നതിന് ശേഷം വന്ന ഒറ്റ കക്ഷികൾക്ക് മന്ത്രിസ്ഥാനവും അതുപോലെ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളും നൽകിയിട്ടും RSPLനെ അവഗണിക്കുകയാണ്. ഇതിൽ തങ്ങളുടെ സംസ്ഥാന നേതൃത്വം വലിയ അതൃപ്തിയാണ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ രേഖപ്പെടുത്തിയത്. കുന്നത്തൂരിൽ LDFനൊപ്പം നിന്ന് 2 തവണ മത്സരിച്ച് ജയിച്ച ഒരാളാണ്. മാതൃസംഘടനയായ RSP ഇടതുമുന്നണി വിട്ടപ്പോഴും ഇടതുപക്ഷത്തിനൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ചയാളാണ് താൻ. അതുകൊണ്ട് തന്നെ തന്റെ പാർട്ടിക്ക് നിരവധി തവണ പ്രാധാന്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPMന്റെ സംസ്ഥാന സെക്രട്ടറിക്കും LDF കൺവീനറിനും കത്ത് നൽകിയിരുന്നു. എന്നാൽ കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയിരുന്ന സമയം മുതൽ ഇതേ ആവശ്യം ഉന്നയിക്കുകയാണ്. എന്നാൽ ഈ ആവശ്യമെല്ലാം മറികടന്നുകൊണ്ടാണ് പിന്നീട് വന്ന കക്ഷികൾക്കൊക്കെ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ നൽകുന്നത്. എന്നാൽ തനിക്കോ തന്റെ മുന്നണിക്കോ യാതൊരുവിധ പരിഗണനയും LDFിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ കണ്ട് ഈ അതൃപ്തി നേരിൽ കണ്ട് പറയും. ഇതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. ഇപ്പോൾ ഇടതുമുന്നണിക്കൊപ്പമാണ് RSPL ഉള്ളത്. മുന്നണി മാറ്റം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിൽ അദ്ദേഹം കൃത്യമായി മറുപടി നൽകിയില്ല. അങ്ങനെ ഉണ്ടാകില്ല, ഇടതുപക്ഷത്തിനൊപ്പം തന്നെ തുടരും. പക്ഷേ തങ്ങൾക്ക് ലഭിക്കേണ്ട ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ LDFിൽ നിന്ന് ലഭിച്ചേ മതിയാകൂ തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇപ്പോൾ കോവൂർ കുഞ്ഞുമോൻ പരസ്യമായി ആവശ്യപ്പെടുന്നത്. അതൃപ്തി പരസ്യമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് കോവൂർ കുഞ്ഞുമോൻ MLA. മുന്നണിയിലെത്തിയപ്പോൾ തന്ന വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്.